എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂലൈ 3 ദുഃഖാന തിരുനാളാണ്, അതായത് തോമാസ് ലീഹായുടെ മരണത്തിരുന്നാൾ. എൻ്റെ ടോപ്പിക് അതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ അതേ പൊന്നൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു വാർത്തയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരു വീഡിയോ ചെയ്യുന്നതിലുപരി അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം ഇത്ര നാൾ നമ്മൾ യൂട്യൂബ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി, എൻ്റെ കയ്യിലെത്തി. അപ്പോൾ യൂട്യൂബിലെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ പലർക്കും അത് അറിയത്തില്ലായിരിക്കും. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എത്ര കിട്ടിയെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല യൂട്യൂബിലെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് $100 ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഏണിങ്സ് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ആഡ്സെൻസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്. എന്നിട്ട് അത് $100 ആയി കഴിയുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് എത്ര എമൗണ്ട് ആണെന്ന് റിവീൽ ചെയ്യാനുള്ള ഇത് നമുക്കില്ല കേട്ടോ, നമുക്കത് യൂട്യൂബ് തന്നിട്ടില്ല. അപ്പോൾ എന്നാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടോടു കൂടി ഇങ്ങനെയുള്ള ഏണിങ്സ് കിട്ടിയത് ആദ്യം അറിയിക്കേണ്ട ഞാൻ നിങ്ങളെയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും ഒന്നും മാത്രമാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് എനിക്കത് ലഭിച്ചത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി താങ്ക് യു വെരി മച്ച് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വീണ്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയുള്ളൂ, അല്ല തുടക്കമായുള്ളൂ. അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു റിവാർഡ് എന്ന നിലയിലാണ് ഇപ്പോൾ ഏണിങ്സ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ഇമ്പ്രൂവായി വരാനും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂല. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ എഡ്വിന്, എൻ്റെ മൂത്ത ആൾ, എല്ലാവർക്കും അറിയാം, കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കറിയാം. 2 മക്കളാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. 2 പേരുണ്ടവരാണ്, ഒരു പെണ്ണ്, മൂത്തത് എഡ്വിൻ. ഇളയാൾക്ക് 3 വയസ്സ് കഴിഞ്ഞുള്ളൂ, അവൾ അംഗൻവാടിയിൽ. അപ്പോൾ മൂത്തയാളുണ്ടായി ഒരു 2-3 വയസ്സായപ്പോഴാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അവൻ്റെ കൊച്ചു പ്രോഗ്രാംസ്, പ്രസംഗം, കവിത, അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവനെ ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തത്. ഈ ലാസ്റ്റ് ഇയറാണ് എൻ്റെയും കൂടെ ഒരു പ്രസൻസ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ചെറിയൊരു ഇൻകം നമുക്ക് കിട്ടിയാൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെയും കൂടെ പ്രസൻസും കൂടെ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ 1 ഇയർ ആയുള്ളൂ, അന്നേരത്തേക്ക് നമുക്ക് ഇൻകം ഒക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ആ ഏണിങ്സിൽ നിന്ന് ഞാൻ ചിലവാക്കിയ കാര്യങ്ങളാട്ടോ, ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒക്കെയുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യുകയും ചെയ്തു കേട്ടോ. മക്കൾക്കും 2 പേർക്കും, പിന്നെ ചേട്ടായിക്ക് കുറച്ച് ക്യാഷായിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കുറച്ച് ടൂൾസ് ഇതൊക്കെയാണ് കാണിച്ചു തരാം. എന്താ മെയിനായിട്ട് ഒരു തൂമ്പ വാങ്ങി. എൻ്റെ തൂമ്പയ്ക്ക് എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരുന്നു. അത് ഒത്തിരി പഴഞ്ചനാട്ടോ, അതുകൊണ്ട് നന്നായിട്ട് ഹോൾസൊക്കെ ഇവിടെ വന്നായിരുന്നു. അത് ഞാൻ വീണ്ടും യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് വെയ്റ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴേ ഇതും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു തൂമ്പ എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് എനിക്കതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വേറെ ഒന്നും വാങ്ങിക്കാതിരുന്നത്. ഇപ്പോൾ അത് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു തൂമ്പ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാനല്ല ഇത് ഉപയോഗിക്കാൻ, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഇതിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു സന്തോഷം. അടുത്തത് മെയിനായിട്ട് ഒരു കൊട്ട. ഇതാണ് ഏത് നേരം എൻ്റെ കയ്യിലിരിക്കുന്നത്. നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങി അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഒരു കൊട്ടയും തൂമ്പയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്, അത് വാങ്ങിച്ചു. ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അയ്യോ ഇതെന്നെ ഇത്ര വലിയ ആനക്കാരിയാണെന്ന് ചോദിക്കണവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഒരു സന്തോഷം. ഇനി മക്കളെ എന്താണ് കാണിക്കാം. അപ്പോൾ അതെ, നമ്മുടെ എഡ്വിന് ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കേട്ടോ. ഒത്തിരി വലിയ ഇതൊന്നും സംഭവമൊന്നുമല്ല, എന്നാലും നമ്മളത് ചെയ്ത് കൊടുത്തപ്പോഴുള്ള സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു. ഈ ഒരു സ്റ്റഡി ടേബിൾ എഡ്വിന് വേണ്ടി. ഇനി നമ്മുടെ പൊന്നൂസിന്, അപ്പം പൊന്നൂസിന് വാങ്ങിച്ചു കൊടുത്ത ഈ ഒരു വണ്ടി കേട്ടോ. ഇതാണ് ഇത് മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തു. എല്ലാവർക്കും ആളാം പ്രതി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചേട്ടായിക്ക് ക്യാഷായിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ ലക്ഷങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. ചെറിയ എമൗണ്ട്, തുച്ഛമായ എമൗണ്ടാണ് കിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, അത് എമൗണ്ട് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിവീൽ ചെയ്യാത്തത് കേട്ടോ. അപ്പം മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. ഇനി നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓരോ വീഡിയോയ്ക്കും അഭിപ്രായവും ലൈക്കും ഒക്കെ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, LB മാത്യു എന്നാണ്, അതും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.